അടുത്തത് വജൈന ഡയഫ്രം ആണ്. അത് ഫീമെയിലുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കൺട്രാസെപ്റ്റീവ് മെത്തേഡ് തന്നെയാണ്. ഒരു സോഫ്റ്റ് റബ്ബർ ഡ്രോം ആണ്. അത് ഒരു സ്പ്രിംഗ് റിങ് കോരിയിരിക്കുന്നു. അത് വേരിയസ് സൈസിൽ അവൈലബിൾ ആണ്. 50 to 105 mm സൈസിൽ അവൈലബിൾ ആണ്. പക്ഷേ വുമൻസിന്റെ കേസിൽ 72 to 80 mm മോസ്റ്റ് കേസിൽ അഫോർഡബിൾ ആണ്. ആ സൈസ് 50 to 105 mm വരെ സൈസ് ഉണ്ട്. പക്ഷേ 72 to 80 mm ആണ് മോസ്റ്റ് കേസിലും ഉള്ള സൈസ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വജൈന ഡയഫ്രമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു വുമൺ ഡയഫ്രം ഫിറ്റ് ആയാൽ മാത്രമേ, അപ്രോപ്രിയേറ്റ് സൈസ് ഫിറ്റ് ആയാൽ മാത്രമേ അത് കൺട്രാസെപ്ഷൻ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൺട്രാസെപ്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഡയഫ്രം സെക്ഷൽ ഇന്റർകോഴ്സിന് മുമ്പാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വജൈനയിലേക്ക്. അത് സെർവിക്സ് കംപ്ലീറ്റ്ലി അത് കവർ ചെയ്യുന്നു. അങ്ങനെ സ്പൊമാറ്റോസോവ യൂട്രസിലോട്ട് കയറുന്നത് പ്രിവെന്റ് ചെയ്യുന്നു. അങ്ങനെ അത് കൺട്രാസെപ്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് 6 മണിക്കൂറിനുള്ളിൽ അത് അവിടെ തന്നെ ഇരിക്കണം. നമ്മളത് 6 മണിക്കൂർ കഴിഞ്ഞിട്ട്, അതെന്ന് വെച്ചാൽ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ആ സമയം വരെ അത് അവിടെ തന്നെ ഇരിക്കണം. ഇല്ലെങ്കിൽ അത് കൺട്രാസെപ്ഷൻ എഫക്റ്റീവ് ആകത്തില്ല, പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. 6 അവേഴ്സും ഇന്റർകോഴ്സിന് ശേഷം 6 അവേഴ്സ് അത് ആ പ്ലേസിൽ തന്നെ ഇരിക്കണം. അത് വജൈന ഡയഫ്രംസിനും ശരിക്കും പറഞ്ഞ പോലെ അതൊരു ഐഡിയൽ കൺട്രാസെപ്റ്റീവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സെക്ഷൽ ഇന്റർകോഴ്സുമായിട്ട് ഒരു കാര്യത്തിൽ ഇന്റർഫിയർ ചെയ്യുന്നില്ല. വജൈനയിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്, എന്നാലും സെക്ഷൽ ഇന്റർകോഴ്സുമായിട്ട് ഒരു ഇന്റർഫിയൻസും ഉണ്ടാവുന്നില്ല. അത് കമ്പാരിറ്റീവ്ലി ചീപ്പാണ്, വാങ്ങിക്കാൻ പെട്ടെന്ന് കിട്ടും. വലിയ പൈസയുള്ള ഉൽപ്പന്നമൊന്നും അല്ല അത്. പിന്നെ പ്രോപ്പർലി യൂസ് ചെയ്താൽ മാത്രമേ അത് ക്വയറ്റ് എഫക്റ്റീവ് ആകത്തുള്ളൂ. അത് കറക്റ്റ് യൂസ് ചെയ്താലേ മാത്രമേ പ്രോപ്പർലി എഫക്റ്റീവ് ആകത്തുള്ളൂ. പിന്നെ 6 അവേഴ്സ് ഇന്റർകോഴ്സ് കഴിഞ്ഞിട്ട് 6 മണിക്കൂർ അത് അവിടെ തന്നെ ആ പ്ലേസിൽ തന്നെ ഇരിക്കണം. എന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ റിമൂവ് ചെയ്താൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രഗ്നന്റ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ അതിന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഡോക്ടർ അല്ലെങ്കിൽ നേഴ്സ് പ്രോപ്പർ സൈസ് ഡിറ്റർമിൻ ചെയ്താലേ അത് ഫിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡോക്ടറിന്റെ നേഴ്സിന്റെ ആവശ്യം വേണ്ടി വരും. അല്ല നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യാൻ പറ്റൂല. ഫസ്റ്റ് ടൈമിലാണ്, പിന്നെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റൂല. ഫസ്റ്റ് ടൈമിൽ ഡോക്ടറിന്റെ നേഴ്സിന്റെ ആവശ്യം നമുക്ക് വേണ്ടി വരും, ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരും. പിന്നെ ഇല്ലിട്രേറ്റ് മൂവ്മെന്റിന് എങ്ങനെയാ ഇത് ഇൻസേർട്ട് ചെയ്യുന്നതും എങ്ങനെയാ ഇത് റിമൂവ് ചെയ്യുന്നതും അത് പഠിപ്പിക്കാൻ നമുക്ക് ഡിഫിക്കൽട്ട് ആണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒക്കെ ചെയ്താലും അത് അവർക്ക് മനസ്സിലാവുന്നതും ശരിക്കും പറഞ്ഞാൽ ഡിഫിക്കൽട്ട് ആണ്. ഈ ഓറൽ പിൽസ് ആകുമ്പോൾ അത്രയും റിസ്ക് വരുന്നില്ല. പിന്നെ വജൈന മനസ്സിന് ഇനഫ് ടോൺ ഇല്ലെങ്കിൽ അത് സ്യൂട്ടബിൾ മെത്തേഡേ അല്ല. വജൈന മനസ്സിന് ടോൺ ഉണ്ടെങ്കിൽ മാത്രമേ സ്യൂട്ടബിൾ മെത്തേഡ്സ് ആയിട്ടുള്ളൂ. ഇൻസേർട്ട് ആക്കാനും റിമൂവ് ചെയ്യാനും എളുപ്പമാകത്തുള്ളൂ. വജൈന മസിൽസിന് ടോൺ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. വജൈന മസിൽസ് ഓക്കെ അല്ല, റഫ് ആണെങ്കിൽ നമുക്കത് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഡിഫിക്കൽട്ട് ആയിരിക്കും. പെയിൻ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. പിന്നെ യൂസിന് ശേഷം അത് വാഷ് ചെയ്യണം, അത് ഡ്രൈ ചെയ്യണം, എന്ന് വെച്ചാൽ ഉണക്കണം. അതിട്ട് സ്റ്റോർഡ് കെയർഫുള്ളി ഇൻ ബിറ്റ്വീൻ യൂസ്. ഓരോ യൂസിന് ശേഷം അത് വാഷ് ചെയ്യണം, ഡ്രൈ ചെയ്യണം. എന്നിട്ട് എവിടെയെങ്കിലും പൊടിയൊന്നും പറ്റാത്ത സ്ഥലത്ത് കൊണ്ടുപോയി അത് സ്റ്റോർ ചെയ്യുകയും വേണം. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. വജൈന ഡയഫ്രത്തിന് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അഡ്വാൻറ്റേജ് മെയിൻ ആയിട്ട് വരുന്നത് സെക്ഷൽ ഇന്റർകോഴ്സുമായിട്ട് ഒരു തരത്തിലും ഇന്റർഫിയർ ചെയ്യുന്നില്ല. പിന്നെ ചീപ്പാണ്, നമുക്ക് പൈസക്ക് പെട്ടെന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സംഭവമാണ് വജൈന ഡയഫ്രം. പിന്നെ പ്രോപ്പർലി യൂസ് ചെയ്താൽ ക്വയറ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് വജൈന ഡയഫ്രം. പക്ഷേ അതിന് മെയിൻ ആയിട്ട് ഡിസഡ്വാൻറ്റേജ് വരുന്നത്, ഡോക്ടറോ നേഴ്സിന്റെ ആവശ്യം വരും. നമുക്ക് ഫസ്റ്റ് ആയിട്ട് വജൈന ഡയഫ്രം ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർ സൈസ് ഡിറ്റർമിൻ ചെയ്യാനും അത് ഫിറ്റ് ചെയ്യാനും ഡോക്ടറിന്റെ നേഴ്സിന്റെ ആവശ്യം വേണ്ടി വരും. പിന്നെ ഇല്ലിട്രേറ്റ് മോഡിന് ഈ വജൈന ഡയഫ്രം യൂസ് ചെയ്യുന്നത് എങ്ങനെ, റിമൂവ് ചെയ്യുന്നത് എങ്ങനെ എന്ന് പഠിപ്പിക്കാൻ, നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ട് വരും. ഡിഫിക്കൽട്ട് ആണ് ശരിക്കും പറഞ്ഞത്. ഇല്ലിട്രേറ്റ് മോഡ് എങ്ങനെ അത് ഉപയോഗിക്കുന്നത് നമുക്കൊരു ഐഡിയയും കാണൂല, നമ്മളിപ്പോൾ പറഞ്ഞു കൊടുത്താൽ പോലും. ഇപ്പം വജൈന മസിൽസിന് ഇനഫ് ടോൺ ഇല്ലെങ്കിൽ ഇത് സ്യൂട്ടബിൾ മെത്തേഡേ അല്ല. വജൈന മസിൽസിന് ടോൺ ഉണ്ട്, അത് സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റത്തുള്ളൂ. അത് ഹാർഡ് മസിൽസ് ആണെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും റിമൂവ് ചെയ്യാനും ഡിഫിക്കൽട്ടി കാണും. പിന്നെ യൂസിന്റെ ഇടയ്ക്ക് അത് ഓരോ യൂസിന്റെ ഇടയ്ക്ക് നമ്മൾ വാഷ് ചെയ്യണം, ഡ്രൈ ചെയ്യണം, എന്നിട്ട് പൊടി പിടിക്കാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സ്റ്റോർ ചെയ്യുകയും വേണം. ഇതാണ് മെയിൻ ആയിട്ടുള്ള വജൈന ഡയഫ്രത്തിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. അതാണ് ഈ കൊടുത്തിരിക്കുന്നതാണ് വജൈന ഡയഫ്രം. ഈ കയ കോൻഡേ ഡയഫ്രം എന്ന് പറഞ്ഞുണ്ടോ, അതാണ് വജൈന ഡയഫ്രം.